ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഈ MBBS സീറ്റിൽ നമുക്കറിയാം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്ക് MBBS പഠിക്കാം, അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ പൈസ കൊടുത്തിട്ടും നമുക്ക് പഠിക്കാം. അപ്പം ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ്. നമ്മൾ ഭയങ്കര ലെസ് എമൗണ്ട് ഫീസായിട്ട് അടച്ചാൽ മതി. പക്ഷേ അത് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ നോക്കുന്ന സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഫീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് പൈസയുടെ കാര്യം തന്നെയാണ്. ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഒരു ഇയറിൽ ഫീസ് വരുന്നത് ഏകദേശം 25,000 അടുത്താണ് ഫീസ് വരുന്നത്. ഫസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് 30,000 സംതിങ് ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഇയർ 21,000 സംതിങ് ആയിരുന്നു. അപ്പോൾ ഓരോ വർഷം കൂടുന്നതോറും അതിങ്ങനെ കുറഞ്ഞൊക്കെ വരുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഏകദേശം ഒരു 20,000 to 25,000 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമ്മുടെ ഫീസ് വരുന്നത്. പക്ഷേ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, 2 തരം സീറ്റ് ഉണ്ട്. ഒന്ന് മെറിറ്റ് സീറ്റിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് NRI കോട്ട വഴി കയറാൻ പറ്റും. മെറിറ്റ് സീറ്റ് വഴി കയറുന്ന സമയത്ത് ഒരു 6 lakh സംതിങ് ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. പക്ഷേ നിങ്ങൾ NRI കോട്ട വഴി കയറുന്ന സമയത്ത് ഏകദേശം 20 lakhs അടുത്താണ് പെർ ഇയർ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 20 lakhs ഫീസ് വന്നിട്ട് അത് 4 വർഷത്തേക്ക് 20 lakhs എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാവും? 80 ലക്ഷത്തോളം വെറും ട്യൂഷൻ ഫീസ് മാത്രം വരും. ഈ ട്യൂഷൻ ഫീസ് കൂടാണ്ട് നമുക്ക് ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവും, മെസ് ഫീസ് ഉണ്ടാവും, ആൻഡ് വേറെ കുറേ ഇപ്പം മിസലേനിയസ് ഫീസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോളേജിൽ അടക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൈസയുടെ കാര്യം തന്നെയാണ്. പിന്നെ ഓരോ കോളേജ് ടു കോളേജ് ഡിഫറൻസസ് ഉണ്ടാവും. എനിക്കറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്ന ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയത് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അതും വെറും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ല, ഇപ്പം എയിംസ് പോലെയുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രീഡം ആയിരിക്കും. എന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫ്രീഡത്തിന് ഒരു കുറവുമില്ല. നമുക്ക് കേരളത്തിലുള്ള കുറച്ച് മെഡിക്കൽ കോളേജുകളിൽ കർഫ്യൂ ഇല്ല. അതായത് രാത്രി എത്ര മണിക്ക് നിങ്ങൾ ഹോസ്റ്റലിൽ കയറിയാലും കുഴപ്പമില്ല. പക്ഷേ കേരളത്തിൽ തന്നെ ചില മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ബോയ്സിന് വലിയ കുഴപ്പമുണ്ടാവില്ല. ഗേൾസിന് ഒരു 9 o'clock 10 o'clock സംതിങ് രാത്രി സമയമാകുമ്പോഴേക്ക് ഹോസ്റ്റലിൽ കയറണം എന്നെങ്ങാനുണ്ട് തോന്നുന്നു. പക്ഷേ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അത് ആക്ച്വലി ഓരോ മാനേജ്മെൻറ്റിനനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്ന കോളേജിൽ അവിടെ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴേക്ക് ഹോസ്റ്റലിൽ കയറണം. വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിൽ വന്ന് അറ്റൻഡൻസ് എടുക്കും. അങ്ങനെ കുറേ നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലൊക്കെ പഠിക്കണ സമയത്തുള്ള കൈൻഡ് ഓഫ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇങ്ങനത്തെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ഹോസ്റ്റൽസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഫ്രീഡമാണ്. നമുക്ക് ഹോസ്റ്റലിൽ എപ്പോൾ കയറിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എൻജോയ് ചെയ്ത് നടക്കാൻ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് നമ്മൾ വേറൊരാളെങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ആക്ച്വലി മെഡിക്കൽ കോളേജുകൾ ഇല്ല. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ എപ്പോഴും പരിപാടികളാണ്. ഇപ്പോൾ കോളേജ് ഡേ അല്ലെങ്കിൽ കോൺവൊക്കേഷൻ, പ്രീ കോൺവോ, ഇതൊക്കെ എല്ലാ കോളേജുകളിലും ഉണ്ട്. പക്ഷേ നമുക്ക് അതൊക്കെ ഭയങ്കര ഗ്രാൻഡായിട്ടായിരിക്കും നടത്തുക. പക്ഷേ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലൊക്കെ പലപ്പോഴും പല പരിപാടികളും നടത്താൻ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പെർമിഷനൊക്കെ മേടിച്ചിട്ട് അത് ചിലപ്പോൾ പെർമിഷനൊന്നും തരാത്ത പോകുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. കാരണം നമ്മളിപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ അത്രയും വലിയൊരു ഫീസൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പം ഒരു 80 ലക്ഷമൊക്കെ കൊടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒബിയസ്ലി ഒരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ. കാരണം ഇതെപ്പോഴാണ് ഞാൻ ഈ ഒരു കടം വീട്ടിൽ എടുക്കുക, ഇത്രയും വലിയൊരു എമൗണ്ട് വീട്ടിൽ നിന്ന് തന്നിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പഠിക്കാനുള്ളൊക്കെ ഒരു ഭയങ്കര സ്ട്രെസ്സായിരിക്കും. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അതെന്തുകൊണ്ട് നല്ലതാണ്, നമുക്ക് അത്രയൊരു പൈസ ചിലവാക്കുന്നുണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സസൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് നല്ല രീതിയിൽ പഠിക്കും. പക്ഷെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പഠനത്തിലൊക്കെ ബാക്കൗട്ടായിരിക്കും. അതൊരു സത്യാവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടോപ്പിലെത്താൻ പറ്റും. കാരണം മെഡിക്കൽ കോളേജുകളിലൊക്കെ കുറച്ചുകൂടെ ഒരു സെൽഫ് സ്റ്റഡിയാണ്. നമ്മൾ എത്രയൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് പഠിപ്പിച്ചിരുന്നെങ്കിൽ കൂടെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടിരുന്ന എഫേർട്ട് തന്നെയാണ് മാറ്റർ ചെയ്യുക.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പൊതുവേ തോന്നിയൊരു ഡിഫറൻസസ് എന്ന് പറയുന്നത്. വേറെ കാര്യം, ഇപ്പോൾ റഷ്യയിലും അല്ലെങ്കിൽ ചൈനയിലൊക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും അവർക്കും കുറേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട അവസ്ഥയുണ്ട്. ഒന്നാമത്തെ കാര്യം, അത്രയും ദൂരെ പോകുന്ന സമയത്ത് വീട്ടിലേക്ക് പെട്ടെന്നൊന്ന് വരാൻ തോന്നുന്ന സമയത്ത് അത് വരാൻ പറ്റില്ല. വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണയൊക്കെ മാത്രമേ വരാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ റഷ്യയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞത്, നമുക്കൊക്കെ ഫസ്റ്റ് ഇയർ അനാട്ടമി പഠിക്കുന്ന സമയത്ത് കഡാവറില്ലേ, ഈ ഡെഡ് ബോഡീസ്, അത് മുറിച്ച് പഠിക്കണം, നമ്മൾ ഡൈസെക്ട് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് 250 സ്റ്റുഡൻസുള്ള ഒരു ബാച്ചിന് 14 കഡാവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ 250 സ്റ്റുഡൻസിന് ഏകദേശം 20 ഒക്കെയുള്ള 18 to 20 കുട്ടികളുള്ള ഗ്രൂപ്പ്സ് ഒക്കെ ആക്കിയിട്ടായിരുന്നു ഇത് നമ്മൾ അനാട്ടമിയിൽ ഡൈസെക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തൊക്കെ പഠിക്കുന്ന കോളേജുകളിലൊക്കെ ഈ കഡാവേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അവർ ഒരു കഡാവറിലൊക്കെ ആയിരിക്കും അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സ്പോഷറിൻ്റെ കുറവും ഇങ്ങനത്തെ കോളേജുകളിൽ ഉണ്ടാവും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു ഗവൺമെൻറ് കോളേജ് തന്നെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് നമ്മളെ വാർഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്രയും കേസസ്, അത്രയും രോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും രോഗങ്ങൾ കണ്ടും പഠിച്ചും അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് നമ്മളെ പഠിപ്പിച്ചെന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ, ആസ് എ ഡോക്ടർ നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കുറേ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത്രയും എമൗണ്ട് ഓഫ് പേഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയിട്ട് നമ്മളിപ്പോൾ റഷ്യയിൽ, ചൈനയിൽ അങ്ങനത്തെ ഒക്കെ പോയിട്ട് പഠിക്കുന്ന പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഇത്രയൊരു എക്സ്പോഷർ കിട്ടാത്തതിൻ്റെ കുറവ് പലപ്പോഴും അവിടുത്തെ കുട്ടികൾ അവർ തന്നെ പറയാറുണ്ട്. ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു എക്സ്പോഷർ അവിടെ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ എവിടെ പഠിച്ചാലും MBBS എന്ന് പറയുന്നത് അതൊരു ഡിഗ്രി തന്നെയാണ്. അതായത് അതിൻ്റെ വാല്യൂവിനൊന്നും ഒരു മാറ്റമില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കാണിക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരിക്കലും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല അയാൾ പുറത്ത് പഠിച്ചതാണോ അല്ലെങ്കിൽ അയാൾ സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പഠിച്ചതാണോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണോ, ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ആസ് എ ഡോക്ടർ അയാൾ എത്രത്തോളം സ്കില്ലുള്ള ആളാണ്, ആസ് എ ഡോക്ടർ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിലാണോ, പേഷ്യൻസുമായിട്ട് ഇടപഴകുന്നത് നല്ല രീതിയിലാണോ, അതൊക്കെയാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഏത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ആലോചിച്ച്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിച്ച് ബോധേഡ് ആവണ്ട. ഞാൻ ഒരു ജനറലി നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും മറ്റ് പ്രൈവറ്റ് കോളേജുകളൊക്കെ തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.